ഹോം കെയറിനെ പറ്റിയിട്ടാണ് അല്ലേ. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ആരും ഈ ഒരു ഹോം കെയർ സെഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അതല്ല അല്ലെ. നമ്മളെല്ലാവരും നമ്മുടെ ലേഡി ലീഡറിന് അടുത്തത് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലേ വന്നിട്ടുള്ളത്. വി ഹാവ് വിത്ത് us നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ ഫൗണ്ടർ പ്ലാറ്റിനം ലീഡർ ആണ്. സോ ഇന്ന് നമുക്ക് മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ വളരെ കുറച്ച് ആളുകളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് സൺഡേ ആണ്, എല്ലാവരും തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ റിക്വസ്റ്റിംഗ് എവരിബഡി പ്ലീസ് നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 5 മിനിറ്റ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പൊ now it is 5:03 ആയിട്ടുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. ബൈ ദ ടൈം റിക്വസ്റ്റിംഗ് എവരിബഡി ടു പ്ലീസ് ഒരു റിമൈൻഡറോട് അയക്കുക. എല്ലാവർക്കും അവരോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കുക. നിങ്ങളുടെ ടീമിലെ പുതിയ ഏരിയാസിനോടൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. So good evening to everyone once again. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുകയാണ്. നമ്മുടെ നവരാത്രി സെലിബ്രേഷൻ വിത്ത് ആംബയുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. കാരണം പുതിയതായിട്ട് നമ്മുടെ ഫൗണ്ടർ പ്ലാറ്റിനം ലീഡർ ആണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഷീ ഈസ് എ വർക്കിംഗ് വിമൻ. ഒരു ബാങ്ക് മാനേജർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, സോ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ലെറ്റ് ദം ജോയിൻ. ഓക്കെ, സോ ഒത്തിരി ഞാൻ വെയിറ്റ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെഷൻ എന്തിനാണെന്ന് എനിക്കറിയാം. ടു ഹിയർ ഫ്രം അവർ ലീഡർ അല്ലെ. ആ ലീഡറിന്റെ എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണ് അവർ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്, എന്താണ് മോട്ടിവേഷൻ കിട്ടിയത്, ഇതെല്ലാം നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി വി ഹാവ് വിത്ത് us Anju Gopakumar from Kottayam. She is our founder platinum leader. Before we invite her, let us tell people what is it for today, Feroz. I'll take it over and then you can invite the leader. Yeah, sure.
Good evening, everyone, and a very warm welcome again to each one of you on this wonderful day. Day two of the program, this celebration of our Navaratri, and this is again going to be very important because we all know our product. The very first product that we have launched is home care. So today it's going to be on home care. We are going to talk about home care products here. So this is again very important because usually you might have seen home care in different platforms in different ways, but today's home care session is going to be with the manufacturing facility, like how it is manufactured. That's the story which I'm going to share, and of course Feroz will definitely connect with the product. So to know more about it, you have to stay tuned till the end, and it's a very short session because we also know it's a Sunday. We do not want to extend it for long, but we have planned it for 9 days, and all the 9 leaders are important, and of course leader speech is very important for this particular segment or this particular series. So we will hear from the leader first, and then we will hear about how Amway products, particularly home care products, are manufactured, and then we will know about the home care product range. So that's how we have planned. So to start with, yes, we also wanted to hear from the leader. So yes, Feroz, you can invite the leader, and then we can have the product range. Sure, ma'am. Thank you. So we have with us ഇന്ന് നമ്മുടെ എല്ലാവരുടെ കൂടെ ഉള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ, ഗോപകുമാർ സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അഞ്ജു പറഞ്ഞ നമ്മൾ ആരും കണ്ടിട്ടില്ല ഒത്തിരി സ്ക്രീനിൽ. എന്താണ് കാരണം? ഷീ ഈസ് എ വർക്കിംഗ് വിമൻ, ഷീ ഈസ് എ സ്ട്രോങ് വർക്കിംഗ് വിമൻ ഐ ഷുഡ് സേ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജു ഗോപകുമാർ മാം ആണ്. ഷീ ഈസ് കണക്ടിങ് വിത്ത് us ഫ്രം കോട്ടയം പള്ളിക്കത്തോട് നിന്നാണ് കണക്ട് ചെയ്യുന്നത്. സോ വിത്ത് ഓൾ ദി virtual applauses, I would like to welcome ma'am to the stage. Thank you so much for being with us and joining us, ma'am. Thank you. And over to you. Thank you, Feroz. Hello. Yes, Kekandi. Okay. Warm welcome, ma'am. Yeah. Thank you, ma'am. പിന്നെ എല്ലാ ആംഗ്ല ഒഫീഷ്യൽസിനും ഞാൻ താങ്ക്സ് പറയണം ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അഞ്ജു എന്നാണ്. ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, കോട്ടയം എന്ന സ്ഥലം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3-3.5 വർഷത്തോളമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അതിന് വളരെ മുമ്പ് ഞങ്ങൾ നന്നായിട്ട് ബിസിനസ് സ്ട്രോങ് ആയിട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ജോയിൻ ചെയ്തതിനെക്കൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബിസിനസ് ജോയിൻ ചെയ്ത ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങളെ ബിസിനസ് പ്ലാൻ കാണിച്ചു. എന്നെയല്ല കാണിച്ചത്, ഗവൺമെൻറ്റിനെയാണ് കാണിച്ചത്. പ്ലാൻ കണ്ടു. അന്ന് ഞങ്ങളൊരു ഇലക്ട്രോണിക് സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ UPS ഇൻവെർട്ടറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ പ്ലാൻ കാണുന്നത്. പ്ലാൻ കണ്ടു. അത് കഴിഞ്ഞ് ചേട്ടൻ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, നമുക്കൊരു രവിച്ചേട്ടൻ, ഞങ്ങളെ ജോലി ചെയ്യിച്ച ആളുടെ പേര് രവീന്ദ്രനാഥ്, ഞങ്ങൾ രവിച്ചേട്ടൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, രവിച്ചേട്ടൻ പറഞ്ഞു, ഒരു പുതിയ ബിസിനസ് ഉണ്ട്, നമുക്കൊരു 4400 രൂപ, അന്ന് 4400 രൂപ മുടക്കിയിട്ടായിരുന്നു ബിസിനസ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു 4400 രൂപ നമുക്കൊന്ന് മുടക്കണം, ഒരു ബിസിനസ്സാണ്. രവിച്ചേട്ടൻ പറഞ്ഞിട്ട് നോ പറയാൻ പറ്റില്ല. ഒന്ന് ഗോപചേട്ടൻ ഒരിക്കലും സംസാരിക്കുന്ന വ്യക്തിയല്ല, ഞാനുമല്ല. അതുകൊണ്ട് തന്നെ ആരും എന്ത് പറഞ്ഞാലും നോ പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ രവിച്ചേട്ടൻ പറഞ്ഞു, ഓക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. 4400 രൂപയുടെ കാര്യം പറഞ്ഞു. ഓക്കെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്താണെന്നോ എനിക്കറിയില്ല, എന്നാലും എന്തെങ്കിലും ആട്ടെ വെച്ച് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്ലൈനും ആളുടെ വൈഫിൻ്റെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ ജോയിൻ ചെയ്യിച്ച ആളും അദ്ദേഹത്തിൻ്റെ അപ്ലൈനും വൈഫിൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങളെ സൈൻ ചെയ്യിച്ചു. ഞങ്ങൾ കിറ്റ് ഓപ്പൺ ചെയ്തു. ഒരു കിറ്റാണ് അന്ന് കിട്ടുന്നത്. ആ കിറ്റ് ഓപ്പൺ ചെയ്തു. അതിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതെല്ലാം പറഞ്ഞു തന്നു. ഇത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ അപ്ലയൻസ് അവർ ഒരു വണ്ടിയായിട്ട് രാവിലെയും വരും, വന്നിട്ട് എന്നെ സ്ഥലം ആരെ കാണാൻ പോകാമെന്ന് പറയും. അപ്പോൾ അവരോട് നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരുടെ വീട്ടിൽ അന്ന് പോയിക്കൊണ്ടിരുന്ന ഓരോ സ്ഥലത്ത്. അന്ന് കമ്പനി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കമ്പനിയിലിരിക്കും, ഗോവിന്ദേട്ടൻ ഇവരുടെ വീട്ടിൽ പോകും. അങ്ങനെ പല ഞങ്ങൾ ഒരു ഹോം മീറ്റിംഗ് വെച്ച് തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ വെച്ചിട്ടാണ്. അന്നവിടെ മീറ്റിങ്ങിൽ കുറച്ച് പേര് വന്നു, പക്ഷെ അവരൊന്നും ബിസിനസ്സിൽ ജോയിൻ ചെയ്തില്ല. പിന്നെ ഓരോരുത്തരെ വൺ കാണിക്കുകയും അങ്ങനെ ബിസിനസ്സിലോട്ട് ഓരോ പ്ലാൻ കാണിക്കാനൊക്കെ ആയിട്ട് പോയി. അന്നതുപോലെ തന്നെ ബിസിനസ് അന്നും വലിയ ബിലീഫൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെയോ ചിലപ്പോൾ സക്സസ് ആകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആ സമയത്ത് ആണ് ന്യൂട്രലൈറ്റിംഗ് പ്രോഡക്ട്സ് ഒക്കെ
ലോഞ്ച് ചെയ്തത്. അന്ന് പ്രോട്ടീൻ പൗഡർ ഇന്നത്തെ നാച്ചുറൽസിന് അന്ന് ബയോസിൻ എന്നായിരുന്നു പേര്. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ അന്ന് വന്നു. അപ്പോൾ ഞങ്ങളുടെ അപ്ലയൻസ് പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കണം, എല്ലാ പ്രോഡക്ട്സും വാങ്ങിക്കണം, ഉപയോഗിക്കണം എന്ന അപ്ലയൻസ് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്നു, സെയിൽ ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ മറ്റുള്ളവരോട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ഒരു കഴിവൊന്നും ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്രൊഡക്റ്റ് പറയുന്നവർ വാങ്ങിച്ചു വെക്കും, പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും. ന്യൂട്രലൈൻ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരാളുടെ നമ്മൾ പറയില്ലായിരുന്നു. അത് നേരം എന്നാ വെച്ചു, ഞങ്ങൾ എന്നാലും വാങ്ങിച്ചതല്ലേ, പിന്നെ കളയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കഴിച്ചത് ഞാനല്ല കഴിച്ചത്. എനിക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കലായിരുന്നു. മോഹൻചേട്ടനാണ് പ്രോട്ടീൻ പൗഡർ കഴിച്ചത്. പിന്നെ ബയോസിയും അന്ന് പാർട്സിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതും ഒക്കെ എല്ലാം കഴിക്കുന്നില്ല. പ്രോട്ടീൻ പൗഡർ കഴിച്ച് ബാക്കി സാധനങ്ങൾ ഞാൻ കഴിക്കും, പ്രോട്ടീൻ പൗഡറും ഇതെല്ലാം മോഹൻചേട്ടൻ കഴിക്കും. ഇങ്ങനെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ചേഞ്ച് അന്നുണ്ടായി. എന്താ വെച്ചാൽ മോഹൻചേട്ടൻ ഒരു ആസ്മ രോഗിയാണ്. ആസ്മ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എന്നും ജലദോഷമായിട്ടാണ് എണീക്കുന്നത്, എന്നും ജലദോഷം കുമ്മിലുമായിട്ട് എണീക്കും. അത് ചിലപ്പോഴത് ശ്വാസം മുട്ടലായിട്ട് മാറും. എപ്പോഴും ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്, കയ്യിൽ എപ്പോഴും ഇൻഹേലർ കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എപ്പോൾ വേണമെങ്കിലും ശ്വാസം മുട്ടൽ വരും, എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും ഒരു അലർജി വന്നാൽ അപ്പം ശ്വാസം മുട്ടും. അതുകൊണ്ട് തന്നെ ദിവസവും ഈ ജലദോഷവും ശ്വാസം മുട്ടും ഉള്ള ആളായതുകൊണ്ട് ശരി എന്തോ ഒരു 2-3 മാസം ഞങ്ങൾ ഈ 3 പ്രൊഡക്റ്റ്, ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ, ബയോസിൻ, പാർസനൈറ്റിൻ, ഈ 3 പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ഒരു 2 മാസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ട്. ദിവസം എണീക്കുമ്പോൾ ഉള്ള ജലദോഷം ഉള്ള സംഭവം ഇല്ലാതെ ദിവസം ഉണ്ടാകും. ശ്വാസം മുട്ടൽ പലപ്പോഴും ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ജലദോഷം രാവിലെ എണീക്കുമ്പോൾ ഈ അലർജിയുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രൊഡക്റ്റ് നല്ല വിശ്വാസമായി. പക്ഷെ ഹോം കെയറും പേഴ്സണൽ കെയറും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അന്നും ശരിക്കും ജിയാഡിസ് ബോഡി ലോഷൻ ആയിരുന്നു നമ്മൾ കുളിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റൊക്കെ സ്ഥിരമായിട്ട് ഗ്ലിസ്റ്ററൊന്നും എല്ലാ സമയവും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ന്യൂട്രലൈൻ പ്രൊഡക്ട്സ് ശരിക്കും ഭയങ്കര ഒരു വിശ്വാസം നമ്മുടെ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ കൂടെ ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെയുള്ള എല്ലാ ഓപ്പൺ മീറ്റിങ്ങിനും പോകുമായിരുന്നു, എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ് നല്ല സ്ട്രോങ് ആയി. അത് ഞങ്ങൾ സിൽവറായി, ഗോൾഡായി, പ്ലാറ്റിനമായി, എല്ലാം വളരെ സ്പീഡിലെല്ലാം നടന്നു. ഞങ്ങളുടെ പ്ലാറ്റിനം ഫോറം അന്ന് ഡൽഹിയിൽ പ്ലാറ്റിനം ഫോറം കിട്ടി. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊച്ചിലെയൊക്കെ ഈ ആകാശത്തൂടെ ഫ്ലൈറ്റ് പോകുന്നേ കണ്ടിട്ടുള്ളൂ. അന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഒന്ന് കയറണം. ഫ്ലൈറ്റിൽ കയറണം നമുക്ക് ആഗ്രഹമില്ലാത്ത കൊച്ചിലെ മുതലേ നമുക്കത് വലിയ ആഗ്രഹമാണ്, ഈ കാണുന്നത് കയറണം, അത് ഓടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോ സ്വപ്നങ്ങൾ കൊച്ചിലുണ്ടായിരുന്നു. ആ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തത് കൊണ്ടോ ഈ ബിസിനസ്സിൽ വന്നത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ഡ്രീം കിട്ടിയത്. എനിക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് ഡി ഡി ഫോറം തന്നെ അന്ന് ഞങ്ങൾ പറഞ്ഞത്. പ്ലാറ്റിനം ഫോറത്തിൽ ഞാൻ ഡൽഹിക്ക് പോയപ്പോഴാണ് ആദ്യമായി ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. പിന്നെ അടുത്ത ലക്ഷ്യം ALS ആയിരുന്നു. ALS എന്നുള്ള ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ALS എന്നുള്ളത്. ആ ഡ്രീം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഡ്രീമിൻ്റെ പവർ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡ്രീമിൻ്റെ പവർ എന്തോരം ഉണ്ടെന്ന് പറയണമെങ്കിൽ ആ ഒരു സംഭവം പറയാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ ALS അന്ന് ഞങ്ങളുടെ ALS സിംഗപ്പൂരാണ്, ബിൻഡാൻ ഐലൻഡായിരുന്നു. അന്ന് ഞങ്ങൾ ALSന് പോകണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി തീരുമാനമെടുത്തു. അന്ന് CD ആണുള്ളത്, CD പ്ലെയർ, CD കിട്ടും. ALSൻ്റെ CD ഉണ്ടായിരുന്നു. അത് CD പ്ലെയറിലിട്ട് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴാണ് ആ CD ഇടുന്നത്. അത് ഇങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരുന്നത്. വെച്ചാൽ അതിൽ ഓരോ സീൻ ഞങ്ങൾക്ക് കാണപ്പെടാൻ, ഒരു സീൻ തന്നെ അടുത്ത സീൻ എന്നാ വരുന്നത് കാണപ്പെടാം. അതുപോലെ ഞങ്ങളത് എന്ന് കണ്ടുകൊണ്ടിരുന്നു. അത് ഞങ്ങൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ എന്നാ ചെയ്യും, ഇവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യും, ഇവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോരോ സ്ഥലം കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചു. അതുപോലെ ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾക്ക് കിട്ടുന്നു. ആ ഒരു ഭയങ്കര ഡ്രീമും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും ശരിക്കും ഞങ്ങൾക്ക് ALS അന്ന് കിട്ടി. ഞങ്ങൾക്ക് ALSന് പോകാൻ പറ്റും. ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ALSന് ഞങ്ങൾ പോയി സിംഗപ്പൂരിനാണ് ബിൻഡാൻ ഐലൻഡിൽ ശരിക്കും ആ CD-യിൽ ഒരു റൂം ഇങ്ങനെ അവിടുത്തെ ഹോട്ടലും ആ റൂമും എല്ലാം കാണിക്കുന്നുണ്ട് ആ CD-ക്കകത്ത്. അപ്പോൾ അതിനകത്തൊരു റൂം നമ്മൾ ആ കാണിക്കുന്ന ആ റൂം ഞങ്ങൾ ശരിക്കും ആ ബിൻഡാൻ ഐലൻഡിൽ ചെന്നിട്ട് ഞങ്ങൾ കിട്ടിയ റൂമിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ സെയിം ആ റൂമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആ CD-ക്കകത്തുള്ള സെയിം റൂം, ആ റൂമിലെ ബെഡ്ഷീറ്റ് വരെ സെയിം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എന്താണ് ഞങ്ങളുടെ ഫീലിങ്സ് എനിക്ക് പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചാലേ മനസ്സിലാവും. ശരിക്കും എനിക്കറിയില്ല എല്ലാ റൂമിലും ഇനി ഒരേ സെയിം ബെഡ്ഷീറ്റും സെയിം ഒക്കെ ആണോ എന്ന് എനിക്കറിയില്ല, എല്ലാ റൂമിലും സെയിം ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഡ്രീം കണ്ട ആ സെയിം റൂമിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ശരിക്കും ഞങ്ങളുടെ ഡ്രീമിൻ്റെ പവറാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് നിങ്ങളോട് ശക്തമായിട്ട് ഞാൻ പറയുന്നു, അത് ഡ്രീമിൻ്റെ പവർ തന്നെയാണ്.
അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അയാളെ സജസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ള ഒന്നും ബിസിനസ് ഉണ്ടായിരുന്നൊക്കെ ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അവരുടെ ബിസിനസ് മാത്രം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങളുടെ അപ്ലയൻസും ഞങ്ങളുടെ ഒരു കൂട്ടം ഡൗൺലൈൻസും അവരുടെ കയ്യിലേക്ക് കൊണ്ട് ബിസിനസ്സിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തകർന്നു പോയ പോലത്തെ ഒരു സാഹചര്യം വന്നു. ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളും തകർന്നു, ഞങ്ങളുടെ ബിസിനസ്സും തകർന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അതിന് എന്തൊരു ഭയങ്കര ഒരു എന്താ പറയുക, അതിനൊരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഗൾഫിൽ പോയി ജോലി ചെയ്തു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷത്തോളം ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ബിസിനസ്സിലുള്ള ബിലീഫ് ഇല്ലാതായിട്ടില്ല. 100% ബിസിനസ്സിൽ ബിലീഫ് ഉണ്ടായിരുന്നു, പ്രോഡക്റ്റ് ബിലീഫ് ഉണ്ടായിരുന്നു, ആംവേ കമ്പനിയിൽ ഞങ്ങൾക്ക് ബിലീഫ് ഉണ്ടായിരുന്നു. എല്ലാം 100% ബിലീഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആംബയുടെ ഹോം കെയർ പേഴ്സണൽ കെയറൊക്കെ ആംബയുടെ പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ പുതിയ ഓരോ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴും അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോഴും അല്ലെങ്കിൽ വരുമ്പോഴും പറയുന്ന ബിസിനസ് ചെയ്യണം, ഈ ബിസിനസ്സിലേക്ക് ഡയമണ്ട് ആവണം. ഇത് മാത്രമേ ഉള്ളൂ. അന്നും അവിടെ ജോലി ചെയ്യുമ്പോഴും മനസ്സിലുള്ള ഡ്രീം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആവണം മാത്രമേ ഉള്ളൂ. അന്നും പറയും ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നാ വന്നാലും ഈ ബിസിനസ് ചെയ്യുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീട് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും ഈ ബിസിനസ് ഒന്നുകൂടെ ആക്റ്റീവായി ഇറങ്ങുന്നത്. പക്ഷേ ഈ 10 വർഷം ഞങ്ങൾ ബിസിനസ്സിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബിസിനസ് വന്നപ്പോൾ ഞങ്ങൾ കുറേ പ്രഷ്യസ് ആയ ഡൗൺലൈൻസ് അന്നും ഞങ്ങളുടെ ഒത്തിരി 10 വർഷവും അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 21% ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ബിസിനസ് ഈ 10 വർഷം കഴിയുമ്പോഴും ഇവിടുന്ന് ഞങ്ങൾ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ 21% തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ താഴെ ബിസിനസ് നടക്കുന്നുണ്ട്. ഒരു ബിസിനസ്സിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ആക്ഷൻ കൂടെ അതിൻ്റെ അകത്തിട്ടപ്പോഴാണ് ഇപ്പോൾ ഞങ്ങളുണ്ടാകുന്ന സക്സസ് എല്ലാം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ കൂട്ടത്തിൽ കൊണ്ടുവന്നു. ഞങ്ങൾ എറണാകുളത്താണ് ഓപ്പൺ മീറ്റിംഗ് ആണ്. എല്ലാ മാസവും എറണാകുളത്ത് ഓപ്പൺ മീറ്റിംഗ് പോയി. ഓപ്പൺ മീറ്റിംഗ് അറ്റൻഡ് ഞങ്ങളുടെ പഴയ ലീഡേഴ്സിനെയും പുതിയ ലീഡേഴ്സിനെയും എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരും ഞങ്ങൾ വളരെ ഇൻസ്പിറേഷനും എല്ലാവരും ഞങ്ങളോട് വളരെ ഇതായിട്ട് പറഞ്ഞു, നിങ്ങൾ പണ്ടത്ര സ്ട്രോങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ വരണം എന്നെല്ലാവരും ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആകട്ടെ എല്ലാവരും ഞങ്ങളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരണം, അന്ന് എത്ര സ്ട്രോങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ എന്ത് പറ്റി ഇങ്ങനെ കയറി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും നല്ല മോട്ടിവേഷൻ ഉണ്ടായി. ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അത് ശരിക്കും നമ്മുടെ ഡിസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ. നമ്മൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നും സാധിക്കില്ല. പറ്റും തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും വരും. അതാണ് ഞങ്ങളുടെ അനുഭവം. ശരിക്കും മോചാണ്ട് ഞാൻ പറഞ്ഞ മോചാണ്ട് ആരും എൻ്റെ കൂട്ടത്തിൽ സ്വഭാവക്കാരനല്ലായിരുന്നു, ഞാനും അല്ലായിരുന്നു. ഈ ബിസിനസ് വന്നിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കണത്. ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ ക്ലോസിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ സംസാരിക്കണ്ടേ, എനിക്ക് എന്താ സംസാരിക്കണം എന്ന് അറിയില്ല, എനിക്കങ്ങനെ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അന്ന് ക്ലോസിനെ ഒന്നും മാഡമൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഉള്ള കാര്യങ്ങൾ നമുക്ക് ബിസിനസ്സുണ്ടായി എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഭയങ്കര ടെൻഷൻ പണ്ടുകൊണ്ടാണ് കുറേ ഭയങ്കര വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് വന്നു കഴിഞ്ഞിട്ടാണ് ഇത്രയെങ്കിലും സംസാരിക്കുന്നത്. ഇല്ല ഞാൻ ഒന്നും കൊച്ചില്ല പോലെ ഒരാളൊന്നും സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഗോവിന്ദേട്ടനും അതേ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗോവിന്ദേട്ടൻ സ്വയമായിട്ട് ഈ ബിസിനസ്സിന് വേണ്ടി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാളുടെ മുന്നിൽ ചെന്ന് ഗോവിന്ദേട്ടൻ അതേ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ 100% ഉറപ്പാണ് അയാൾ ബിസിനസ് ജോയിൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കും. അത് ഗോവിന്ദേട്ടൻ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കഴിവ്. അതിന് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു കഴിവ് വികസിപ്പിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചും ആരെന്ത് ചോദിച്ചാലും മറുപടി പറയാനുള്ള ഒരു കഴിവുണ്ടാക്കി. അതൊക്കെ ഞങ്ങളുടെ ബിസിനസ്സിൽ സക്സസ് ആവാനുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ബിസിനസ് സക്സസ് ആവാനുണ്ടായ ഒരു കാര്യമാണ് അതൊക്കെ. പിന്നെ ശരിക്കും ഞങ്ങൾ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഒരാളുടെ കാര്യം പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു അപ്ലൈൻ എന്ന് പറയാൻ ഞങ്ങൾക്ക് ആൾക്കാരില്ല. ശരിക്കും
ഞങ്ങളുടെ ഒരു അപ്ലൈനെ പോലെ ഞങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ചെറിയ സംശയമാവട്ടെ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടോ അല്ല ബിസിനസ്സിനെ കുറിച്ചുള്ള ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്ലൈനെ പോലെ നിന്ന് പറഞ്ഞു തന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല, നമ്മുടെ AV സുരേഷ് കുമാർ സാർ. എന്ത് കാര്യം രാത്രിയാവട്ടെ പകലാവട്ടെ, രാത്രി 12 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് എപ്പോഴാണെങ്കിലും അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അപ്ലൈയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് AV സുരേഷ് കുമാർ സാർ. സാറിനോടുള്ള എത്ര പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, മഞ്ജു മാഡത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. മാഡം ഞങ്ങൾ അന്ന് ബിസിനസ് ഉണ്ടായിരുന്നപ്പോൾ മുതൽ ഇപ്പോഴും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു മാഡം. അതുപോലെ എല്ലാ ആപ്പിയുടെ ഒഫീഷ്യൽസിനെ എനിക്ക് ആൾക്കാർക്ക് നന്ദി പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സക്സസ് ഉണ്ടാകാനുള്ള ശരിക്കും ഞങ്ങളുടെ അപ്ലയൻസ് ആയിട്ട് നിന്ന ഇവരെല്ലാവരുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഓരോ ഹോസ്റ്റലൈൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ ആണ് തന്നാൽ ഞങ്ങളുടെ എല്ലാ ഹോസ്റ്റലൈസും അതുപോലെ എല്ലാ ആംബിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഞങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ തന്നു. ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനുള്ള എല്ലാ ഇൻസ്പിറേഷനും അവർക്കെല്ലാം തന്നു. അതിൻ്റെ ഒക്കെ ഉള്ളൊരു ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു സക്സസ് ഉണ്ടാകാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് വേറെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ബിസിനസ്സിൻ്റെ കാര്യം ഞങ്ങളെ ഈ ബിസിനസ്സിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. ആ ഒരു അവസരത്തിൽ വീണ്ടും അടുത്ത ALS എന്നുള്ള കാര്യം ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളിനി അടുത്ത ALS അന്റാലിയ ALS ആണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമുണ്ട്. ഇപ്പം ഞങ്ങൾ അന്റാലിയ ALSനായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു. നമുക്ക് അന്റാലിയ ALS നമുക്ക് പോകണം, അത് ഇനി മിസ്സാക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചു വെച്ചാൽ അത് പണ്ട് ഞങ്ങൾ സിംഗപ്പൂർ ALSന് പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് അതേ ഒരു ഡിസിഷൻ ഞങ്ങൾ ഇപ്പോഴും എടുത്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോണിലെ സ്ക്രീൻ സാർ അന്റാലിയ ALSൻ്റെ പടമാണ്. അതുപോലെ എൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറും അന്റാലിയ ALSൻ്റെ പടമാണ്. ഞാനത് അന്ന് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ അന്റാലിയ ALSൽ പോയിട്ട് ഞാൻ ഈ പിക്ചർ മാറ്റുള്ളൂ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ സ്വയമായിട്ട് തീരുമാനിച്ച് ഞാനത് ഇട്ടതാണ്. ഇടയ്ക്കില്ല എനിക്ക് പലപ്പോഴും പല ഇതും തോന്നിയിട്ടുണ്ടെന്ന് മാറ്റണം. ചില ഓരോ ഇതിപ്പോൾ വരുമ്പോൾ അത് ആ പടം മാറ്റി വേറെ പടം. പക്ഷെ എല്ലാം തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് തീരുമാനിച്ചു ഞാൻ എന്തായാലും ALS എനിക്ക് അച്ചീവ് ചെയ്തിട്ടേ ഞാൻ ഈ പടം മാറ്റത്തുള്ളൂ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് പ്രൊഫൈൽ പിക്ചർ ഇപ്പോഴും അന്റാലിയ ALS ഇതുവരെ മാറ്റിയിട്ടില്ല, ഇപ്പോഴും തന്നെയാണ്. അത് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമം, ആ ഒരു ശ്രമത്തിനോട് ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾക്ക് അന്റാലിയ ALS ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾ പോകുന്നുണ്ടാവും അന്റാലിയ ALSൽ. ആ ഒരു യാത്രയിൽ അന്റാലിയ ALSന് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ബോണസാണ് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം. ഞങ്ങൾ ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം ആകണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. ശരിക്കും ALSന് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ALSന് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം കിട്ടി. ഞാൻ കിട്ടിയത് എനിക്കൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ ശരിക്കും ഒരു ഡ്രീം ചെയ്തിട്ട് എനിക്ക് ഇന്നത് നേടണം എന്ന് നമ്മൾ ഈ ബിസിനസ് ആൺലൈൻ ബിസിനസ്സിൽ കൂടെ നമുക്ക് എന്തും നേടാൻ പറ്റും. എന്താഗ്രഹിക്കുന്നോ അത് നേടാൻ പറ്റുന്ന ഓരോ ബിസിനസ്സാണ് ഈ ബിസിനസ്. അതിനെ നമ്മളെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നേടാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ചുറ്റും ആൾക്കാർ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ കൂടി എന്തും നേടാൻ പറ്റും. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട, ഈ ലോകം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ടാവും. നമുക്കത് നേടാൻ പറ്റും. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നേടാം, ഈ ബിസിനസ്സിൽ കൂടി എന്ത് നേടാം. ഈ വർഷത്തെ മാത്രം ഒരു ഡ്രീം നിങ്ങളുടെ എടുക്കാം. ഈ വർഷം എനിക്ക് ഇന്നത് നേടണം, ഈ വർഷത്തിൽ എനിക്ക് ഒന്ന് പ്ലാറ്റിനം ആവണം, അല്ലെങ്കിൽ എന്താണ് ഈ വർഷം ആവേണ്ടത് അതാവണം നിങ്ങൾ തീരുമാനിക്കുക. അതിനുവേണ്ടി അത് നിങ്ങളുടെ ഡ്രീമായിട്ട് നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ചു വെക്കുക. ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്നും അത് കാണുക, അതിനുവേണ്ടി ശ്രമിക്കുക, അത് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുക. അതിനുവേണ്ടി ഫുൾ നമ്മളുടെ മനസ്സ് ശരീരവും അതിനുവേണ്ടി തന്നെ നമ്മൾ വർക്ക് ചെയ്യാം. ഒന്നും വിചാരിക്കേണ്ട, നമുക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും. ഞങ്ങൾക്കത് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവർക്കും അവനവൻ്റെ ഡ്രീമിലോട്ട് എത്താൻ ഈ ബിസിനസ്സിൽ കൂടെ സാധിക്കും. അതിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നവരാത്രി ആശംസകൾ നേരുന്നു. താങ്ക് യു. Thank you so much, ma'am.
എനിക്കറിയാം നിങ്ങളെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു മാഡം പറഞ്ഞത് കേട്ടപ്പോ കുറച്ചു പേർക്കെങ്കിലും പൗലോ കോയിലോട് ആ ഒരു ഫോട്ടോ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മൾ മനസ്സിലൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ച ഈ ലോകം മുഴുവനും നമ്മളെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ മാഡത്തിന്റെ വാട്സാപ്പ് ഡി പി കണ്ടപ്പോ ഇന്നലെ ഇരുന്ന് പറഞ്ഞുള്ളൂ ആ ഒരു ഫോട്ടോ മാറ്റിയിട്ടില്ല, ഇതിൽ ഇപ്പോഴും അത് തന്നെയാണ് കിടക്കുന്നതെന്ന്. സോ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വാട്ട് എൽസ് ക്യാൻ വി ഡു അല്ലെ. നമ്മൾ സ്വപ്നം കാണുന്നു, സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. മാഡം ഇപ്പൊ എന്താ ചെയ്തതെന്ന് മാഡത്തിന് അറിയില്ല. ഇന്ന് എന്നോട് പറഞ്ഞതാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല. ബട്ട് ദിസ് മോട്ടിവേറ്റഡ്, എനിക്ക് ഉറപ്പാണ് ഇത് കേട്ടിട്ടുള്ള എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടാവും അവർക്ക് ഒരു ഡ്രീം വേണം, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന്. താങ്ക് യു സോ മച്ച് മാം.